ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്നും അത് നല്ലതാണെന്നുള്ള അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നോം ചോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ മറ്റൊരു തിയറി ഉണ്ട് എന്നും അത് പിന്നീട് പരിചയപ്പെടുത്താമെന്നും പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലവ് സെമനോവിച്ച് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട വ്യൂസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വൈഗോട്സ്കിയെക്കുറിച്ച് ചിലപ്പോൾ മുൻപ് കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ലാംഗ്വേജുമായി പഠിച്ചിട്ടുള്ള, അതായത് നിങ്ങളുടെ ലിറ്ററേച്ചറുമായി പഠിക്കുന്നവർ ചിലപ്പോൾ ഈ ഒരു തിയറി പഠിച്ചിട്ടുണ്ടാകാം. നമുക്ക് നോക്കാം എന്താണ് വൈഗോട്സ്കിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, അതുപോലെ ഇന്ന് എന്തെല്ലാം ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഒന്ന് വൈഗോട്സ്കിയെക്കുറിച്ചുള്ള ബയോഗ്രഫി എന്താണ് സോഷ്യോ കൾച്ചറൽ തിയറി, ദെൻ വൈഗോട്സ്കിയുടെ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്, ദെൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു, ദെൻ ലാംഗ്വേജും തോട്ടും ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്, ദെൻ ഒരു അധ്യാപികയുടെ റോള് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കണ്ടൻറ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ തിയറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വൈഗോട്സ്കിയെക്കുറിച്ച്, അതായത് ഒരു തിയറി പഠിക്കുന്നതിന് മുൻപ് ആ തിയറി എഴുതിയ വ്യക്തിയെക്കുറിച്ച്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈഗോട്സ്കിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം ലവ് സെമനോവിച്ച് വൈഗോട്സ്കി എന്നാണ്. അദ്ദേഹം ജനിക്കുന്നത് നവംബർ 17, 1896 റഷ്യയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു റഷ്യൻ സോവിയറ്റ് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിലാണ് അദ്ദേഹത്തെ കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അതുപോലെ തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പ്രപ്പോസ് ചെയ്തത് സെമനോവിച്ച് വൈഗോട്സ്കിയാണ്. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു സംഭാവനയാണ്. അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പുറം ലോകം പെട്ടെന്നൊന്നും അറിഞ്ഞിരുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് കാലത്ത്, അതായത് അന്ന് അദ്ദേഹം ജനിച്ചത് റഷ്യയിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റഷ്യയിൽ അന്ന് കാലത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം വൈഗോട്സ്കിയുടെ കണ്ടുപിടുത്തങ്ങൾ റഷ്യ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോയി. അതായത് ബോൾഷെവിക്കുകളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അതായത് ജൂവിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടുത്തെ കോളേജിൽ, അതായത് യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ്, ബോൾഷെവിക്സ് ആയിട്ടുള്ള റഷ്യൻ ഭരണകൂടത്തിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ അന്ന് അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ചെയ്തത്. പക്ഷെ അതൊന്നും തന്നെ പുറം ലോകത്തിന് പെട്ടെന്നൊന്നും അറിയാനായിട്ട് സാധിച്ചില്ല. നമ്മൾ മുൻപ് പിയാഷേയുടെയും സ്കിന്നറിൻ്റെയും പാവലോവിൻ്റെയും ഒക്കെ വർക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം തന്നെ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു. അതായത് അദ്ദേഹത്തിന് അതെല്ലാം വായിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അതിനെയൊക്കെ അനുകൂലിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു വൈഗോട്സ്കി. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇതിൽ നിന്നും വേറെ എന്തൊക്കെയോ ആഡ് ചെയ്യാനുണ്ട്, ഇത് മാത്രമല്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ആ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഒരു വിഷമകരമായ ഒരു അവസ്ഥ, ഒരു വശം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് അംഗീകാരം നൽകിയ ഒന്നായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം, അതായത് അദ്ദേഹം ഈ കണ്ടുപിടിച്ചിട്ടുള്ള മഹത്തരമായിട്ടുള്ള സവിശേഷതകളെല്ലാം തന്നെ പുറം ലോകം അറിയാൻ തുടങ്ങിയത്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ, അതായത് 1934 അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ വിട്ടുപോയിട്ടുള്ള ഒരു നല്ല ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു നമ്മുടെ വൈഗോട്സ്കി. അത് കഴിഞ്ഞ്, അതായത് അദ്ദേഹം 1934 മരിക്കുന്നു. അങ്ങനെ 1970കളിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ പോപ്പുലറൈസ് ആവാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ട്യൂബർക്ലോസിസ് ആയിരുന്നു. അങ്ങനെ ആണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നതും.
അത് വളരെയധികം നമുക്ക് വളരെയധികം നഷ്ടം ഉള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും വളരെ നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് റൂമുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് കേരളത്തിൽ ഇന്ന് ക്ലാസ് റൂമുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. വൈഗോട്സ്കിയുടെ സംഭാവനയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ ആകേണ്ടതാണ്. ഇന്ന് ഫേമസ് അല്ല എന്നല്ല, പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കാര്യം കണ്ടുപിടിക്കുകയും വളരെ നല്ല രീതിയിൽ നമുക്ക് സംഭാവനകൾ നൽകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ വളരെ നേരത്തെ തന്നെ നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കുകളെല്ലാം നമ്മൾ അറിയുന്നത് 1970 കാലഘട്ടങ്ങളിലാണ്. അങ്ങനെ അതുപോലെ തന്നെ വൈഗോട്സ്കിക്ക് സാഹിത്യത്തോടുള്ള ഒരു താല്പര്യം, അതുപോലെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ ലാംഗ്വേജും സോഷ്യൽ ഇൻട്രാക്ഷൻസും കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന് മേജർ റോള് വഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവുണ്ടാക്കി. അതായത് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും, ഒരു ലാംഗ്വേജിൻ്റെ പ്രവർത്തനവും സോഷ്യൽ ഇൻട്രാക്ഷനും കൂടിയിട്ട് കുട്ടികളിൽ എങ്ങനെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും എന്ന ഒരു കാര്യം, അതായത് ഒരു മേജർ റോള് വഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സോഷ്യോ കൾച്ചറൽ തിയറി, അതായത് വികസനത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹം എത്താനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വൈഗോട്സ്കിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് പറയുന്നത്. ഒന്ന്, ഹിസ്റ്റോറിക്കൽ മീനിങ് ഓഫ് ദ ക്രൈസിസ് ഇൻ സൈക്കോളജി, തിങ്കിങ് ആൻഡ് സ്പീച്ച്, ടൂൾ ആൻഡ് സിമ്പിൾ ഇൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, മൈൻഡ് ഇൻ സൊസൈറ്റി, തോട്ട് ആൻഡ് ലാംഗ്വേജ്. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആട്ടോ പറയുന്നത്. ഇനിയും ചിലപ്പോൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അത്രയും പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ വളരെ കുറച്ച് എണ്ണം മാത്രം എടുത്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് വർക്കുകളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ തിയറിയിലേക്ക് കിടക്കുകയാണ്. എന്താണ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ, അതായത് ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസും ലാംഗ്വേജും എങ്ങനെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ എത്തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സോഷ്യോ കൾച്ചറൽ തിയറി വിശദാക്കുന്നത്. അതായത് ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും ലാംഗ്വേജും കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ എങ്ങനെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു സാഹിത്യത്തോടുള്ള താല്പര്യമൊക്കെ കൂടി ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ലാംഗ്വേജും സോഷ്യൽ ഇൻട്രാക്ഷൻസും കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ എങ്ങനെ ഒരു മേജർ റോള് വഹിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുണ്ടായി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സോഷ്യോ കൾച്ചറൽ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ അദ്ദേഹം കൂടുതലായിട്ടും ഊന്നി പറയുന്നൊരു കാര്യം എന്താണ്, കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസും ലാംഗ്വേജും എങ്ങനെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശദാക്കിയിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള 3 ടേംസ്, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്താണ്, കൾച്ചർ എന്താണ്, ലാംഗ്വേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വൈഗോട്സ്കി എംഫസൈസ്ഡ് ദാറ്റ് എഫക്റ്റീവ് ലേണിംഗ് ഹാപ്പൻസ് ത്രൂ പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് വൈഗോട്സ്കി പറയുന്നത്, നമുക്കൊരു എഫക്റ്റീവ് ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ അതിനെയാണ്, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, അത്തരത്തിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് നടക്കുന്നതെന്ന് വൈഗോട്സ്കി പറയുന്നു. ദെൻ രണ്ടാമതൊരു ടേം എന്ന് പറയുന്നത് കൾച്ചറാണ്. വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് എ കൾച്ചർ വുഡ് ഗീവ് ടു എ ചൈൽഡ്. അതായത് നമ്മുടെ ഒരു സംസ്കാരം, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടാകും. നമ്മളിൽ നിന്ന് വിഭിന്നമായി സംസ്കാരമുള്ള, നമ്മളിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന ആൾക്കാരോടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പല പല അറിവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ കൾച്ചർ അല്ലാതെ വേറൊരു കൾച്ചറിനോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ലഭിക്കും. ആ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തിക്ക് നമ്മളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ പല കൾച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് എക്സ്പീരിയൻസ് ഒരു കുട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കൾച്ചറിലൂടെ സാധിക്കുന്നതാണ് വൈഗോട്സ്കി പറയുന്നത്. ദെൻ മൂന്നാമത്താണ് ലാംഗ്വേജ്.
ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വെർബൽ എക്സ്പ്രഷനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ചിലർ സംസാരിക്കുമ്പോൾ, ഓ ഇതൊരു സംസ്കാരമില്ലല്ലോ ഇയാൾക്ക്, അല്ലെങ്കിൽ ഇയാളുടെ കൾച്ചർ തീരെ മോശമാണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുണ്ടാവുക? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ വെർബൽ എക്സ്പ്രഷൻ ആ രീതിയിലാവും വരുന്നുണ്ടാവുക. നമ്മൾ പോലും അറിയാതെയായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്നതിനെയാണ് ലാംഗ്വേജ് എന്ന് വൈഗോട്സ്കി ഇവിടെ പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്താന്ന് പറഞ്ഞു, കൾച്ചർ എന്താന്ന് പറഞ്ഞു, ലാംഗ്വേജ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് വൈഗോട്സ്കിയുടെ പോസ്റ്റ്ലേറ്റ്സ് ആണ്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3 പോസ്റ്റ്ലേറ്റ്സ് ആണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തതാണ് ലാംഗ്വേജ് ഈസ് എ ടൂൾ ഫോർ തോട്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിന്തയുടെ ഒരു ടൂളാണെന്നാണ്, ചിന്തയ്ക്കുള്ള ഒരു ഉപകരണമായിട്ടാണ് ലാംഗ്വേജിനെ അദ്ദേഹം കണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ ലാംഗ്വേജ് ഏതാണോ, അതായത് നമ്മുടെ മാതൃഭാഷ ഏതാണോ, ആദ്യം തന്നെ ആ ഭാഷയിലായിരിക്കും നമ്മുടെ ചിന്ത പോകുന്നുണ്ടാവുക. മറ്റ് ഭാഷകളിൽ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു കാര്യത്തെ ചിന്തിക്കാൻ സാധിക്കുക നമ്മളുടെ ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഉപകരണം തന്നെയാണ്. നമ്മുടെ തോട്ട് ആയിക്കോട്ടെ, നമ്മുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം തന്നെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മറ്റൊരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? നമുക്ക് ഈ ലാംഗ്വേജ് വേണം. അപ്പോൾ ആദ്യത്തിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ ലാംഗ്വേജും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. കുട്ടികൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും രണ്ടും രണ്ടായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഇത് രണ്ടും. പക്ഷെ പിന്നീട് നമുക്കൊരു കാര്യം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചതിന് ശേഷമാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആ ചിന്തയിൽ നിന്നുള്ള കാര്യം പിന്നീട് പുറത്തേക്ക് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? നമ്മുടെ ചിന്തയ്ക്കുള്ള ഒരു ഉപകരണമായിട്ടാണ് വൈഗോട്സ്കി കണക്കാക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ലാംഗ്വേജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ്? സോഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് നമ്മൾ സോഷ്യലി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ്? സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. മൂന്നാമത്തതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. ലാംഗ്വേജും തോട്ടും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് എന്നറിയാമോ? നമ്മൾ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജും തോട്ടും തമ്മിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഈ പറഞ്ഞിട്ടുള്ള ചിന്തയുണ്ടാവില്ല. അതായത് നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും തമ്മിൽ, നമ്മുടെ ലാംഗ്വേജും തോട്ടും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പിന്നീട്, അതായത് നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ ലാംഗ്വേജും തോട്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നു. അതൊരു പുതിയൊരു ബിഹേവിയർ ഉണ്ടാകാനായി തുടങ്ങും. നമുക്കിപ്പോൾ ചെറുപ്പകാലത്തിൽ കുട്ടികൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരായിരിക്കണേ, എന്തായിരിക്കണേ, അതൊന്നും ചിന്തിച്ചിട്ടല്ല അവർ സംസാരിക്കുക. അവരുടെ ചിന്ത ഒരു വഴിക്ക് പോകുന്നു, അവർ പറയുന്നത് വേറെ വഴിക്ക് പോകുന്നു, അങ്ങനെയാണ്. പക്ഷെ പിന്നീട് അങ്ങനെയല്ല. നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ സ്വഭാവവും അതുപോലെ നമ്മുടെ ലാംഗ്വേജും എല്ലാം തന്നെ ഡിപ്പെൻഡൻ്റ് ആകും. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, ഏത് രീതിയിൽ സംസാരിക്കുന്നു, അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റിൽ എങ്ങനെയാണ്? ഇൻഡിപെൻഡൻസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ടാണ് പറയുന്നത്. പിന്നീട് അത് ഡിപ്പെൻഡൻറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് തോട്ടിൻ്റെ ഒരു ടൂളാണ്. ലാംഗ്വേജ് സോഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നു. ലാംഗ്വേജും തോട്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്രയാണ് വൈഗോട്സ്കിയുടെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മേജർ ഈവൻറ്റ്സ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓർ ഫോംസ് ഓഫ് സ്പീച്ച്. അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടന്ന മേജർ ഈവൻസിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മേജർ ഈവൻസിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ, അതായത് ഒരു 2 വയസ്സാകുന്ന സമയത്ത് കുട്ടിയുടെ സ്പീച്ച് സോഷ്യൽ സ്പീച്ചാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജ് എന്ന് പറയുന്നത്
ആബ്സെൻ്റ് ആണ്. എപ്പോൾ? ജനിക്കുന്ന സമയത്ത് ഇൻഫൻറ്റിന് എന്താണ്? ലാംഗ്വേജ് ആബ്സെൻ്റ് ആണ്. പിന്നീടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ വൈഗോട്സ്കി പറയുന്നു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ടു ദ സോഷ്യൽ അല്ല, പിന്നെ എങ്ങനെയാണ്? സോഷ്യൽ ടു ദ ഇൻഡിവിജ്വൽ ആണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് സൊസൈറ്റിയിലേക്കല്ല, മറിച്ച് എങ്ങനെയാണ്? സൊസൈറ്റിയിൽ നിന്ന് ഇൻഡിവിജ്വലിനാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സോഷ്യൽ സ്പീച്ചാണ്. അതായത് ഫസ്റ്റിൽ കുട്ടി 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് സോഷ്യൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അറിയാം, മറ്റുള്ളവരോട് സംസാരിക്കുന്ന, അതായത് എക്സ്റ്റേണൽ സ്പീച്ചിനെയാണ് സോഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള മടി ഉണ്ടാവില്ല. കുട്ടി ആരെയും നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടാണോ സംസാരിക്കാൻ തോന്നുന്നത് അവരോടൊക്കെ എന്ത് ചെയ്യും? കുട്ടി സംസാരിക്കാൻ തുടങ്ങും. അതായത് എബിലിറ്റി ഒക്കേഴ്സ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ. മറ്റുള്ളവരോട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടാകും. ദെൻ അത് കഴിഞ്ഞ് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടിക്ക് ഒരു ഈഗോസെൻട്രിക് സ്പീച്ച് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈഗോസെൻട്രിക് സ്പീച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ഈഗോസെൻട്രിക് സ്പീച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾ കളിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളോടാവില്ല അവർ സംസാരിക്കണേ എന്ന് വെച്ചാൽ സംസാരിക്കണില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളോടല്ല സംസാരിക്കുക. മറിച്ച് എങ്ങനെയാണ്? അവരോട് തന്നെ എന്തെങ്കിലും, ചിലപ്പോൾ പാട്ടായിരിക്കാം, ചിലപ്പോൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യണതായിരിക്കാം, ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ കളിക്കുന്ന ആ ഒരു ഏതെങ്കിലും പാവകളോടായിരിക്കാം. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? അവർക്കൊരു ഈഗോസെൻട്രിക് സ്പീച്ചാണ്. അതായത് സ്വന്തമായിട്ട് എന്നോട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒതുങ്ങും. അതായത് ഉള്ളിലേക്ക് തന്നെ ഉള്ളിലേക്ക് പോകുന്ന, അതായത് ഇന്നർ സ്പീച്ചിൻ്റെ ഉള്ളിൽ ആകാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് കുട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈഗോസെൻട്രിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കുട്ടിയോട് തന്നെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടി പോകുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ചിരി വരും. എന്താ ഈ പറയുന്നത്? എന്താ ഈ കുട്ടി ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 3 വയസ്സായിട്ടുള്ള കുട്ടീനെയൊക്കെ ശ്രദ്ധിച്ചാൽ, 2 വയസ്സ് കഴിഞ്ഞ് ഒരു 3 വയസ്സിലേക്ക് എത്തുന്ന ഒരു പ്രായം, അല്ലെങ്കിൽ ഒരു 3 വയസ്സിൻ്റെ ആ ഒരു 7 വയസ്സിൻ്റെ ഇടയിലൊക്കെയുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിച്ചറിയാൻ, ചിലപ്പോൾ സ്വയം ഇരുന്ന് സംസാരിക്കണം കാണാം. ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാറി ഇരുന്ന് പിറുപിറുക്കണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ എന്താണ്? പ്രൈവറ്റ് സ്പീച്ചാണ്, ഈഗോസെൻട്രിക് സ്പീച്ചാണ്. അപ്പോൾ സോഷ്യൽ സ്പീച്ചിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തുന്നു? ഈഗോസെൻട്രിക് സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ചിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനർത്ഥം സോഷ്യൽ സ്പീച്ച് ഇല്ല എന്നല്ല കേട്ടോ. സോഷ്യൽ സ്പീച്ചും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈഗോസെൻട്രിക് സ്പീച്ചും പ്രൈവറ്റ് സ്പീച്ചും ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി മൂന്നാമത്തതാണ് ഇന്നർ സ്പീച്ചിലേക്ക് എത്തുന്നു. ഇന്നർ സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് 7 വയസ്സുള്ള ഒരു കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 7 വയസ്സ്, അതായത് ഒരു കാര്യം പറയുന്നതിന് മുൻപ് ആലോചിച്ചിട്ട് പറയാൻ തുടങ്ങുകയാണ്. അതായത് ആലോചിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ്, അത് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു. പിന്നെ അത് കുറച്ചും കൂടെ, അതായത് നമ്മുടെ സ്പീച്ച് എങ്ങനെയാണ്? കുറച്ചുകൂടെ മോർ ഇൻറ്റേർണൽ ആകുന്നു, ലെസ് വോക്കലൈസ്ഡ് ആകുന്നു, ആൻഡ് ലെസ് റെഡിലി അണ്ടർസ്റ്റുഡ് ഫോം ഓഫ് സെൽഫ് ടോക്ക്. അതായത് നമ്മൾ കുറച്ചുകൂടെ ഇൻറ്റേർണലി സംസാരിക്കണം. നമ്മളോടുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയാനായിട്ട് തുടങ്ങും. ഉറക്കെയല്ല, പതുക്കെ തന്നെ നമ്മൾ ഉള്ളിലിട്ടിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈഗോസെൻട്രിക് സ്പീച്ചിൽ കുട്ടികൾ കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് കൈവിരലുകളിൽ ഇങ്ങനെ എണ്ണി കൗണ്ട് ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ ഇന്നർ സ്പീച്ചിലേക്ക് എത്തുമ്പോൾ എന്താ? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മനസ്സിൽ തന്നെ കണക്കൂട്ടാൻ പറ്റും. 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 4 കൂട്ടിയാൽ എത്രയാണെന്ന് നമ്മൾ മനക്കണക്ക് കൂട്ടി പറയും. അപ്പോൾ അതൊരു ഇന്നർ സ്പീച്ചിലേക്ക് എത്താനായിട്ട് തുടങ്ങും. അപ്പോൾ അതിനെയാണ് ഇന്നർ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതിയിലാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിയിൽ നടക്കുന്നത്. ഒന്ന് സോഷ്യൽ സ്പീച്ച്, മറ്റൊന്ന് ഈഗോസെൻട്രിക് ഓർ പ്രൈവറ്റ് സ്പീച്ച്, ദെൻ മൂന്നാമത്തത് ഇന്നർ സ്പീച്ച്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. അതായത് ലാംഗ്വേജിൻ്റെയും അതുപോലെ തോട്ടിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാംഗ്വേജും തോട്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ? ആ ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഓരോ സ്റ്റേജിലും എത്തരത്തിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജാണ് പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ്? പ്രിമിറ്റീവ് ഓർ നാച്ചുറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രിമിറ്റീവ് അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റേജിൽ എന്തില്ല? ദർ ഇസ് എ നോ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ തോട്ട്സ് ആൻഡ് സ്പീച്ച്. തോട്ടും സ്പീച്ചും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല. അതായത് കുട്ടി പറയുന്നതും കുട്ടി ചെയ്യുന്ന, അതായത് കുട്ടി പറയുന്നതും കുട്ടിയുടെ ചിന്തയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടിയുടെ കരച്ചിൽ, കുട്ടി ബാബിൾ ചെയ്യുന്നത്, ഇതൊന്നും തന്നെ കുട്ടി ഒന്നും ചിന്തിച്ചിട്ടൊന്നും ആവില്ല. എന്താണ്? കുട്ടി
ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നു, കരയുന്നു എന്നൊരു രീതിയാണ്. അല്ലാതെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിന് നമുക്ക് പ്രീ ഇൻ്റലക്ച്വൽ സ്പീച്ച് അല്ലെങ്കിൽ പ്രീ വെർബൽ തോട്ട് അങ്ങനെയൊക്കെ പറയാം. ദ സൗണ്ട്സ് പ്രൊഡ്യൂസ് സെർവ് നോ റിയൽ purpose except to produce a sound and experiment with our new capability. അതായത് ഈ സ്റ്റേജിൽ കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദങ്ങൾക്ക് യഥാർത്ഥമായ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അവർ ജസ്റ്റ് എന്താണ്, അവരുടെ ഒരു പ്രാക്ടീസ് ചെയ്യാണ് സൗണ്ട്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വായ അനക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെയും പിന്നെയും അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനൊരു പർപ്പസ് അല്ല. കുറേ അവരിങ്ങനെ എക്സ്പെരിമെൻറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പുതിയ കേപ്പബിലിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരിങ്ങനെ പുതിയ പുതിയ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് പ്രിമിറ്റീവ് അഥവാ നാച്ചുറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ദർ ഇസ് എ നോ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ തോട്ട്സ് ആൻഡ് സ്പീച്ച്. ദെൻ നെക്സ്റ്റ് ആണ് നെയ്വ് സൈക്കോളജിക്കൽ സ്റ്റേജ്. ഇവിടെ ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താണ്, എങ്ങനെ ഒരു വേർഡ് പറയണം എന്നാണ്. അതായത് എങ്ങനെ ഒരു വേർഡ് പറയണം. പക്ഷെ അതിൻ്റെ മീനിങ്ങോ ഫങ്ഷൻസോ ഒന്നും കുട്ടിക്ക് അറിയില്ല. കുട്ടി ഇപ്പം നമ്മൾ പറയില്ല, ഒരു വയസ്സാകുമ്പോൾ നമ്മൾ മറ്റുള്ള ചെറിയ കുട്ടികളെ കണ്ടാൽ അവരോട് ചോദിക്കും, വർത്താനം പറഞ്ഞു തുടങ്ങിയോ? അപ്പോൾ പറയും അമ്മ അച്ഛൻ എന്നൊക്കെ പറയും എന്ന് പറയും. ഈ അമ്മ അച്ഛൻ എന്ന് കുട്ടി പറയുന്നത് ആ വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഫങ്ഷൻ മനസ്സിലാക്കിയിട്ടല്ല കുട്ടി ആദ്യം പറയാം. അതിപ്പോൾ ബോൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ പറയുമ്പോൾ എന്താണ്, അതിന് ഒരുപാട് കാര്യമുണ്ട്. ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് അല്ലേ? ആ കുട്ടി ഉദ്ദേശിക്കുന്നത് ബോൾ എവിടെയാണെന്നാണോ, അല്ലെങ്കിൽ ആ ബോൾ എനിക്ക് വേണമെന്നാണോ, അല്ലെങ്കിൽ ആ ബോൾ കാണാനില്ല എന്നാണോ, അതൊന്നും കുട്ടി മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. അതായത് കുട്ടിയുടെ ആവശ്യം ചിലപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ കുട്ടി എന്താണ് ബോൾ എന്ന് പറയുന്നുണ്ട്. ആ വേർഡ് ആ കുട്ടിക്ക് പറയുന്നുണ്ട്, പക്ഷെ ആ വേർഡിൻ്റെ എന്തറിയുന്നില്ല, മീനിങ് എന്താണെന്നോ ഫങ്ഷൻ എന്താണെന്നോ അറിയില്ല. പക്ഷെ പിന്നീട് കുട്ടി പുതിയ പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ എന്തുണ്ടാകുന്നു, പുതിയ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും, വേർ ഈസ് മൈ ബോൾ, അല്ലെങ്കിൽ വേർ ഈസ് ദ ബോൾ, വേർ ബോൾ, ഗീവ് ബോൾ. അതായത് ഇതൊന്നും ഉണ്ടാവില്ല, സ്ട്രക്ചറൊന്നും ഉണ്ടാവില്ല. ഗീവ് ബോൾ, അതായത് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടൊക്കെ സെൻറ്റൻസ് രൂപീകരിക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ അതാ പറഞ്ഞത്, കുട്ടികളപ്പം എന്താണ് അത്തരത്തിൽ ചെയ്യുന്നത്, ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ ടെൻസുകളോ അതല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നും ആവില്ല. പക്ഷെ ആ വേർഡ് ഒരു പ്രത്യേക രീതിയിൽ പറയുമ്പോൾ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് ലഭിക്കുന്നുണ്ട്, അതെനിക്ക് മറ്റുള്ളവരിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് എന്നെ സഹായിക്കുന്ന ആ ഒരു കാര്യം ഞാൻ പിന്നെയും പറയും. അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നെയ്വ് സൈക്കോളജിക്കൽ സ്റ്റേജിൽ കുട്ടിക്ക് എന്താണ്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ വേർഡ് എന്താണെന്നോ ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്നോ ഫങ്ഷൻ അറിഞ്ഞിട്ടൊന്നും അല്ല. അത് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുകയും അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, ആ ലാംഗ്വേജ് സംസാരിക്കുകയും ചെയ്യുന്നൊരു സ്റ്റേജാണ് നെയ്വ് സൈക്കോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഈഗോസെൻട്രിക് സ്റ്റേജ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ഈഗോസെൻട്രിക് ആകുമ്പോൾ എന്താണ്, കുട്ടി കുറച്ചുകൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതിലേക്ക് മാറുന്നുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ എണ്ണുന്നത്, കുട്ടി തന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഈഗോസെൻട്രിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ കാർഡ്സ് ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, എണ്ണുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഒബ്ജക്ട്സിനെ വെച്ചുകൊണ്ട് ഒരു കാര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതുപോലെ ചില സൈൻസ് ഒക്കെ യൂസ് ചെയ്യുക, സൈനുകളുണ്ടല്ലോ അതൊക്കെ, ഇത് ഡയറക്ഷൻസ്, ഇതൊക്കെ കുട്ടി യൂസ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ എന്താണ്, ഈ ഈഗോസെൻട്രിക് സ്റ്റേജിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ മൂന്നാമത്തതാണ് ഇൻ ഗ്രോത്ത് സ്റ്റേജ്. ഇവിടെ ഈഗോസെൻട്രിക് സ്പീച്ച് എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിലും ഈഗോസെൻട്രിക്, ഇപ്പോൾ നമ്മൾ സ്റ്റേജിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അപ്പോൾ ഈഗോസെൻട്രിക് സ്റ്റേജ് ആണ് കേട്ടോ, അതൊന്ന് ക്ലിയർ ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് ആണ് ഇൻ ഗ്രോത്ത് സ്റ്റേജ്. അതായത് ഈഗോസെൻട്രിക് സ്പീച്ചിൽ നിന്നും സ്പീച്ച് ഇൻവേർഡ് ആകുമ്പോൾ ഒരു കുട്ടി എന്തിലേക്ക് എത്തും, ഫൈനൽ സ്റ്റേജിലെത്തും. അതായത് ഇൻവേർഡ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ ഗ്രോത്ത് സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി എന്ത് ചെയ്യുന്നു, ഇന്നർ സ്പീച്ചിലേക്ക് പോവുകയാണ്. അതായത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും, ലോജിക്കലായിട്ട് ഇൻറ്റേർണലി ഓരോ കാര്യങ്ങൾ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം കൗണ്ട് ചെയ്യാൻ നമ്മൾ ഉറക്കെ പറയുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ പതുക്കെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ കണക്ക് കൂട്ടി പറയാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പൂർത്തിയായി എന്നാണ്
ഈ ഒരു ഇതിൽ പറയുന്നത്. അതായത് ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള ബന്ധം പൂർത്തിയാകും എന്നാണ്, ഇൻ ഗ്രോത്ത് സ്റ്റേജിലേക്ക് കുട്ടി എത്തുമ്പോൾ പൂർത്തിയാകുന്നു എന്നാണ് പറയുന്നത്. ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം 4 സ്റ്റേജുകളാണ് വൈഗോട്സ്കി പറഞ്ഞത്. പ്രിമിറ്റീവ് ഓർ നാച്ചുറൽ സ്റ്റേജ്, നെയ്വ് സൈക്കോളജിക്കൽ സ്റ്റേജ്, ഈഗോസെൻട്രിക് സ്റ്റേജ്, ഇൻ ഗ്രോത്ത് സ്റ്റേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് നമ്മൾ ഈ തിയറി പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടതും നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് വൈഗോട്സ്കിയുടെ 2 മേജർ പ്രിൻസിപ്പിൾസ് ആണ്, അതായത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 2 പ്രിൻസിപ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഏതൊരു എക്സാമിനും, നിങ്ങളുടെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നു, അതുപോലെ നിങ്ങളുടെ BEdൻ്റെ എക്സാമിന് 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, മോർ നോളജബിൾ അതർ അഥവാ MKO, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് മോർ നോളജബിൾ അതർ അഥവാ MKO. MKO എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ പേര്, അതായത് ആ ഒരു എക്സ്പാൻഷൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. മോർ നോളജബിൾ അതർ, അതായത് ഒരു കുട്ടിയെ വെച്ച് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വയം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്നേക്കാൾ എബിലിറ്റി ഉള്ള ഒരാളോട് ചോദിച്ചിട്ട് വേണ്ടി വരും ചെയ്യാൻ പലപ്പോഴും, അല്ലേ? കുട്ടികളെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരാളുടെ അസിസ്റ്റൻസ് ഇല്ലാതെ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തി അമ്മയാകാം, അച്ഛനാകാം, അതുമല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റാരെങ്കിലും ആകാം, ചിലപ്പോൾ കൂടെയുള്ള പിയേഴ്സ് വരെയാകാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെക്കാൾ ബെറ്ററായി മറ്റൊരാൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് നമ്മളെക്കാൾ നന്നായി അറിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയാണ് നമ്മൾ MKO എന്ന് പറയുന്നത്, അതായത് മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത്. ഹു ഹാസ് ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഹയർ എബിലിറ്റി ലെവൽ ദാൻ ദ ലേണർ. നമ്മളുടെ ആ ലേണറിനേക്കാളും ആ ഒരു കാര്യത്തെക്കുറിച്ച്, എന്ത് കാര്യമാണെന്ന് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി, ആ ലേണറിനേക്കാൾ നന്നായി ഒരു ഹയർ ലെവൽ എബിലിറ്റി ഉള്ള, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള, നമുക്ക് പറഞ്ഞു തരാൻ അറിവുള്ള ഒരാളെയാണ് MKO എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ അധ്യാപികയാകാം, നമ്മുടെ അച്ഛനമ്മമാരാകാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ പിയേഴ്സ് ആകാം. ആ ഒരു കാര്യം, ഇപ്പോൾ എന്ത് കാര്യം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കണം. ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തിൽ എന്താണ്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വെച്ചാലാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ അമ്മ സഹായിക്കേണ്ടി വരും. ഇനി ഒരു സൈക്കിൾ ചവിട്ടാനായിട്ട് പണ്ട് നമുക്കറിയുമായിരുന്നോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമ്മൾ ചവിട്ടുന്നു, വീഴുന്നു, നമ്മളെ ആരെങ്കിലും പിടിച്ച് ചവിട്ടാൻ പഠിപ്പിക്കുന്നു, നമ്മൾ പിന്നെ സ്വയം ചവിട്ടി പഠിക്കുന്നു, അല്ലേ? അപ്പോൾ MKO എന്ന് പറയുന്നത് നമ്മളെ ആ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി അസിസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. ഇനി ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ ആദ്യത്തിൽ തന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കല്ല, പതുക്കെ പിടിച്ച് നടക്കും. ചിലപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഒക്കെ ആയിരിക്കും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മുടെ കൈ പിടിച്ച് നടത്തിയിട്ടുണ്ടാവുക. അതിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നടക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്താണ്, അവരെയൊക്കെ നമ്മൾ MKO എന്നാണ് പറയുക, അതായത് മോർ നോളജബിൾ അതർ ആണ്. അപ്പോൾ ഏതൊരു കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു മോർ നോളജബിൾ അതർ ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല, അതായത് ആരാണെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യത്തിലും ചിലപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് MKO എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ZPD എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു MKO എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതിന് മുകളിലും കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് എനിക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരുടെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യങ്ങളുണ്ടാകും, ഇല്ലേ? അതായത് എനിക്കൊരു ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും ഒരു കാര്യം ചെയ്യാനുള്ള, ദെൻ എനിക്കൊരു പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് എനിക്ക് എത്തുകയും വേണം. ആ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് എനിക്ക് എത്താനായിട്ട് എന്നെ ആര് സഹായിക്കും? എന്നെ MKO സഹായിക്കും, അതായത് മോർ നോളജബിൾ അതർ സഹായിക്കും.
അപ്പോൾ ZPD എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾ പിക്ചർ കാണുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് സ്വയം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി, എനിക്ക് ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അതല്ല എനിക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു വിത്ത് അസിസ്റ്റൻറ്റ്, ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ZPD എന്ന് പറയുന്നത് ആക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെയും പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് ZPD എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ZPDയുടെ 2 ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് സ്കഫോൾഡിംഗ്, 2 റെസിപ്രോക്കൽ ടീച്ചിങ്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചവിട്ടുപടി, നമുക്ക് സ്റ്റെയർ കേസ് കയറണം. അപ്പം ഒരു കുട്ടി താഴെ നിൽക്കുകയാണ്. അപ്പം കുട്ടി വേണ്ട, അപ്പം നിങ്ങളെ തന്നെ സങ്കല്പിക്കൂ. എപ്പോഴും സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങളെ തന്നെയോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുറമെയുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയോ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അപ്പം നിങ്ങൾക്ക് സ്റ്റെയർ കേസ് കയറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കയറണം എന്നുണ്ടെങ്കിൽ അതിന് ചവിട്ടുപടി ഉണ്ടാവണം അല്ലേ? ചവിട്ടുപടികളില്ലാതെ ഗ്യാപ്പായി കിടക്കുന്ന ഒന്നിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എങ്ങനെ മുകളിലേക്ക് എത്താൻ പറ്റും? നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ എത്തൂട്ടോ, എത്താൻ പറ്റില്ല എന്നല്ല, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? നേരെ മറിച്ച് സ്റ്റെയർ കേസ് ഉണ്ടെങ്കിലോ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ചവിട്ടുപടികൾ ചവിട്ടി മുകളിലേക്ക് എത്തിക്കൂടെ? ഇതിനെ നമ്മളുടെ ഒരു ലേണിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ പറയുന്ന ആ ഒരു കൈത്താങ്ങിനെ, ആ ഒരു ചവിട്ടുപടികളെ പറയുന്ന പേര് സ്കഫോൾഡിംഗ് എന്നാണ്. സ്കഫോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കൈത്താങ് എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. അതായത് എനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ എന്ത് ചെയ്യുക, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സപ്പോർട്ടിനെയും അസിസ്റ്റൻസിനെയും പറയുന്ന പേരാണ് സ്കഫോൾഡിംഗ് എന്ന്. അതായത് MKയോ എനിക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ അസിസ്റ്റൻസിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ എപ്പോഴും ഒരു സ്കഫോൾഡർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ടീച്ചർ എപ്പോഴും എന്തായിരിക്കണം? ഒരു സ്കഫോൾഡർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നതിലുപരിയായിട്ട് കുട്ടിയും അധ്യാപികയും തമ്മിൽ ഒരു തുറന്ന ചർച്ചയാണ് നടക്കുന്നത്. അത് തുറന്ന ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിക്ക് ആദ്യം തന്നെ ടീച്ചർ ഒരു ടോപ്പിക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ കൊടുക്കുന്നു, സാഹചര്യങ്ങളൊക്കെ ഒരുക്കി പ്രഡിക്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ആ കുട്ടി അത് പ്രഡിക്റ്റ് ചെയ്ത് എന്താന്ന് പറയുന്നു. അതിനുശേഷം ടീച്ചർ കുറച്ച് പോയിന്റ്സ് കൊടുക്കുന്നു. ദെൻ അതിൽ കുട്ടി കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കുട്ടി അതായത് എറൈസ് ചെയ്യുന്നു. ദെൻ ടീച്ചർ എന്ത് ചെയ്യുന്നു? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, കുട്ടികൾ ഉത്തരം പറയുന്നു. അവസാനം ടീച്ചറോ കുട്ടിയോ ഇത് സമ്മറൈസ് ചെയ്യുന്നു. അത്തരത്തിൽ പോകുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്തത് റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ റീഡിങ് കോംപ്രഹെൻഷൻ കുട്ടികളുടെ ഇടയിലുള്ളത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ടീച്ചിങ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് 2 ഫീച്ചേഴ്സ് പറയുന്നത്, സ്കഫോൾഡിങ് റെസിപ്രോക്കലും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട 2 എണ്ണം MKയോയും ZPD, അതുപോലെ തന്നെ സ്കഫോൾഡിങ്ങും ഇടയ്ക്ക് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് റോൾ ഓഫ് ദ ടീച്ചറാണ്. ടീച്ചർക്ക് ഇവിടെ എന്താണ് ഇതിൽ റോള്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മൾ അധ്യാപകരാകാൻ പോകുന്ന കുട്ടികളാണ്. ഈ അധ്യാപകരാകാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപികയായാൽ ഞാനിത് പഠിച്ചതുകൊണ്ട് എന്താണ് കാര്യം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യത്തിൽ പറയുന്നത് എപ്പോഴും, അപ്പം നമ്മൾ പറഞ്ഞു വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താ പറയണേ? കുട്ടികൾ സ്വന്തമായി നോളജ് കൺസ്ട്രക്ട് ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു സ്കഫോൾഡറായിട്ട് നിന്ന് കൊടുത്താൽ മതി, ഒരു കൈത്താങ് കൊടുത്താൽ മതി, കുട്ടികൾ സ്വന്തമായി നോളജ് കൺസ്ട്രക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യിക്കുക. എൻകറേജ് സ്റ്റുഡൻസ് ടു കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ കുട്ടികളെ ആ ഒരു അറിവ് സമ്പാദിക്കാനായിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചർ ചെയ്യേണ്ട ഫസ്റ്റത്തെ റോള്. ദെൻ രണ്ടാമത്തത്, ടീച്ചർ ഷുഡ് ബി എ സ്കഫോൾഡർ. ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു സ്കഫോൾഡർ ആയിരിക്കണം. നല്ല രീതിയിൽ കുട്ടികളെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു MKയോ ആയിട്ട് മാറാൻ ടീച്ചർക്ക് സാധിക്കണം.
ദെൻ വെൻ ഗ്രൂപ്പിംഗ് ദ സ്റ്റുഡൻസ് ടീച്ചർ ഷുഡ് ഇൻക്ലൂഡ് MKO ഇൻ ഈച്ച് ഗ്രൂപ്പ്. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ഗ്രൂപ്പിംഗ് ചെയ്യുമല്ലോ, ഗ്രൂപ്പുകളൊക്കെ ആക്കുമ്പോൾ റാൻഡംലി കുട്ടികളെ സെലക്ട് ചെയ്യാതെ അതിലൊരു MKO, അതായത് ആ ഒരു വിഷയത്തെ, നമ്മൾ കൊടുക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണ്, ചില ഗ്രൂപ്പിൽ എല്ലാ അറിവുള്ള കുട്ടികളുണ്ടാവും, ചിലതിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആവാൻ പാടില്ല. ഒരു MKOയിന് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ടീച്ചർ എപ്പോഴും ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട്. ദെൻ റെഗുലർലി മോണിറ്റർ ആൻഡ് അസസ് സ്റ്റുഡൻസ് ആസ് ഇൻഡിപെൻഡൻറ്റ് പെർഫോമർ. അതായത് കുട്ടികളുടെ കുട്ടികളുടെ ഒരു എന്താണ് പ്രവർത്തികളുണ്ട്, ഓരോ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വിലയിരുത്താനും മോണിറ്റർ ചെയ്യാനും ടീച്ചർ എപ്പോഴും ശ്രമിക്കണം. ദെൻ ടീച്ചിങ് ഇൻ ദ സോൺ. ടീച്ചിങ് ഇൻ ദ സോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നറിഞ്ഞതിന് ശേഷം വേണം ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കാൻ. അതായത് കുട്ടികളെ എന്താണ് വളരെ ഹാർഡായിട്ടും പഠിപ്പിക്കാൻ പാടില്ല, എന്നാൽ വളരെ ഈസി ആയിട്ടും പഠിപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് റൈറ്റ്, അതായത് എന്താണോ ആ കുട്ടിക്ക് ആ ഒരു ഏജിൽ വേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് വേണം ഒരു അധ്യാപിക പഠിപ്പിക്കാനായിട്ട്. ദെൻ കോപ്പറേറ്റീവ് ലേണിംഗ്, പിയർ ഇൻസ്ട്രക്ഷൻ, ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ, കൊളാബറേറ്റീവ് ലേണിംഗ് ആസ് സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതായത് നമുക്ക് ക്ലാസ് റൂമിൽ ഒരു അധ്യാപികയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്സ്, നമ്മൾ പറഞ്ഞല്ലോ സോഷ്യൽ ഇൻട്രാക്ഷൻ വഴിയാണ് കുട്ടിക്ക് അറിവുകൾ ഉണ്ടാവുന്നത്, അപ്പോൾ ആ അറിവുകൾ സമ്പാദിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വഴികളായിട്ടുള്ള കോപ്പറേറ്റീവ് ലേണിങ്ങും പിയർ ഇൻസ്ട്രക്ഷനും ഗൈഡഡ് ഇൻസ്ട്രക്ഷനും കൊളാബറേറ്റീവ് ലേണിംഗ് ഒക്കെ എന്ത് ചെയ്യുക, അധ്യാപിക ഒരു സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് റോൾ ഓഫ് ദ ടീച്ചറിൽ പറയാനായിട്ടുള്ളത്. മറ്റെന്താണ്, കുട്ടികളെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ഉള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക. ദെൻ സ്കഫോൾഡർ ആയിരിക്കുക, പിന്നെ ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ MKOനെ കൂടെ ഉൾപ്പെടുത്തുക, പിന്നെ കുട്ടികളെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യുക, അസസ് ചെയ്യുക, ടീച്ചിങ് ഇൻ ദ സോൺ ആയിരിക്കണം. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ്, അതായത് കോപ്പറേറ്റീവ് ലേണിംഗ്, പിയർ ഇൻസ്ട്രക്ഷൻ, ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ പോലെയുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈഗോട്സ്കിയുടെ കേസിൽ പറയാനുള്ളത്. വൈഗോട്സ്കി കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ സോഷ്യോ കൾച്ചറൽ തിയറി എന്താണെന്ന് മനസ്സിലാക്കി, അതിനുശേഷം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്, ദെൻ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ട് പറഞ്ഞു, പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് പറഞ്ഞു, അതിനുശേഷം റോൾ ഓഫ് ദ ടീച്ചറും പറഞ്ഞു ഇല്ലേ. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ, അതായത് ഒരു കോട്ടിങ്ങോട് കൂടിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം പറയുന്നു, വാട്ട് എ ചൈൽഡ് ക്യാൻ ടുഡേ വിത്ത് അസിസ്റ്റൻസ് ഷീ വിൽ ബി എബിൾ ടു ഡു ബൈ ഹെർ സെൽഫ് ടുമാറോ. എന്താണ്, ഇന്ന് കുട്ടികൾ മറ്റുള്ളവരുടെ സഹായത്തോടെ, അതായത് അസിസ്റ്റൻസോടെ ചെയ്യുന്ന ഒരു കാര്യം അവൾക്ക് നാളെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അത് വളരെ നല്ലൊരു ചിന്താഗതിയാണ്, വളരെ നല്ലൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കോട്ടിങ്ങോട് കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആരും തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. എന്തെങ്കിലും ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ എല്ലാവരും കെയർഫുള്ളായി വളരെ ഡീറ്റെയിൽഡായിട്ടും ക്ലിയർ ആയിട്ടും ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുന്നതാണ്. തെറ്റുകൾ സംഭവിക്കാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എന്നും വരാട്ടോ. കാരണം ഓരോ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എങ്കിലും ഇത്ര വർഷത്തെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഓരോ ഭാഗത്ത് എടുക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ട് കൃത്യമായി നിങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വൈഗോട്സ്കിയുടെ ഈ ഒരു തോട്ടോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.